ഇലക്ഷന്റെ ചൂടും ചൂരും കേട്ടോ. എന്റെ നാട് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെയും ബാലര പഞ്ചായത്തിന്റെയും ഇടയിലാണ് കേട്ടോ. എന്റെ നാട്ടിലെ സ്ഥാനാർത്ഥികളെ കണ്ടിട്ട് അവർ ജയിച്ചു വന്ന നമ്മുടെ നാടിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചറിയാം. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ 7ാം വാർഡിൽ മത്സരിക്കുന്ന സന്ദീപ് കേട്ടോ. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടെയാണ് സന്ദീപ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പര്യസമാപനമാണ്. തെരഞ്ഞെടുപ്പ് എന്നുള്ള ഉത്സവമാണ്. ജയം തോൽവി അതെല്ലാം ഉണ്ടാവും. നാടിന്റെ സമഗ്രമായ വികസനത്തിനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഇടതുപക്ഷം ഈ നാട്ടിൽ വികസനങ്ങൾ കൊണ്ടുവരും. പ്രായ ഭേദമന്യേ കുട്ടികളും ചെറുപ്പക്കാരും യുവജനങ്ങളും പ്രായമായവരും അടക്കം എല്ലാവരും രംഗത്തേക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി രംഗത്തേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് വിജയിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം സബ് സെൻ്ററുകളായി അനുവദിക്കാൻ ഒരു പദ്ധതി എന്നതാണ്. ആയുർവേദ സബ് സെൻ്ററിനെ ആശുപത്രിയായി ഞങ്ങൾ ഉയർത്തും. വിൻസെൻ്റ് MLA പട്ടികയിൽപ്പെടുന്ന ശാന്തിപുരം പുന്നക്കാട് റോഡ് ടാർ ചെയ്യാത്തതിൻ്റെ ഭാഗമായി യാത്രാ ദുരിതമാണ്. വ്ളോഗ് ചെയ്യുന്ന സനിച്ചേട്ടനടക്കം ആ വിഷയത്തിലൊക്കെ ഒരുപാട് ഇടപെട്ടതാണ്. ഇപ്പോൾ പണി ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ വണ്ടികളും പോകുന്നത് വേട്ടമംഗലം റോഡിലൂടെയാണ്. പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പോയില്ല എങ്കിൽ ആഴ്ചയിലുള്ള ചാനലിലേക്ക് പോകും. അവിടെ ഒരു നല്ല സംരക്ഷണ ഭിത്തി ഉറപ്പാക്കി അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയണം. അതുപോലെ ഈ നാട്ടിൽ ഒരുപാട് റോഡുകൾ, റിംഗ് റോഡുകൾ വരാനുണ്ട്. കോടന്നൂരിൽ നിന്നും അംഗൻവാടിയിലേക്ക്, കോടന്നൂർ ഏലാക്കരയിലൂടെയുള്ള റോഡ്, അതുപോലെ തന്നെ പമ്മന്തലയിൽ നിന്ന് പോകുന്ന കോൺക്രീറ്റ് റോഡ്, ഈ ബ്ലോഗ് ചെയ്യുന്ന സനിച്ചേട്ടൻ്റെ അടക്കം വീട്ടിലേക്ക് പോകുന്ന റോഡ് അവസാനമായി കോൺക്രീറ്റ് ചെയ്തത് ഇവിടെ ഇടതുപക്ഷ കൗൺസിലർമാരുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥ നമുക്ക് കണ്ടാൽ അറിയാം. ആ റോഡ് അടക്കം നിരവധി റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനും ടാർ ചെയ്യാനും ഉണ്ട്. ഉക്കൈത ആ ഭാഗത്ത് മാവർത്തല മടത്തുവിളാകം ഭാഗത്തൊക്കെ പല ആളുകളുടെയും വീട്ടിലേക്ക് പോകാൻ നല്ലൊരു നടപ്പാതയില്ല. റോഡുകളും നടപ്പാതകളും നന്നാക്കി സമഗ്രമായ വികസനം, നാടിൻ്റെ പൂർണ്ണമായ വികസനം നടപ്പിലാക്കാൻ ഞങ്ങളുടെ ഈ പ്രദേശത്തെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും നല്ല ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗമായി കണ്ടുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ 7ാം വാർഡിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് വിഷ്ണു കേട്ടോ. അവസാന റൗണ്ടായി. അപ്പൊ ഇന്ന് പരസ്യ പ്രചാരണം 6 മണിയോടെ അവസാനിക്കും. അപ്പൊ അതിന്റെ ലാസ്റ്റ് ലാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തി വന്ന് ഇപ്പൊ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നു. വേറെ ചോദ്യം ഒന്നുമില്ല, ജയിച്ചു വരികയാണെങ്കിൽ നമ്മുടെ 7ാം വാർഡിൽ എന്ത് ചെയ്യും? നമ്മളിന്ന് നമ്മുടെ UDFന്റെ വാർഡ് കമ്മിറ്റിയിൽ ഒരു പ്രകടന പത്രിക നമ്മളിന്ന് ഇറക്കിയിരുന്നു. അപ്പൊ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നമ്മുടെ വാഗ്ദാനങ്ങൾ, വികസന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ആയുർവേദ സബ് സെന്റർ ഉണ്ട് ഇവിടെ. അപ്പൊ അതിനെ കിടക്കകളുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താൻ ഉള്ള പരിശ്രമം ഉണ്ടാകും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ചേട്ടൻ അറിയാലോ, നമ്മളെ വേട്ടമംഗലത്ത് പോകുന്ന റോഡ്, പൂക്കൈതിൽ നിന്ന് വേട്ടമംഗലത്തിലേക്ക് പോകുന്ന റോഡ്, അതിന്റെ സൈഡ് എന്ന് പറയുന്ന അപകട ഭീഷണിയാണ്. മുമ്പും പല കാറുകളും ബൈക്കുകളൊക്കെ ഈ കനാലിലേക്ക് വീണിട്ടുണ്ട്. അപ്പൊ അത് അവിടെ ഒരു സൈഡ് വാള് പണിയാൻ, അവിടെ ഒരു സംരക്ഷണ ഭിത്തി പണിയാനുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ നമ്മുടെ കർഷകർ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നതാണ് നമ്മുടെ ചാനലുകളിലുള്ള ഒരു മണ്ണ് കെട്ടിക്കിടക്കുന്ന പ്രശ്നം. അപ്പൊ മണ്ണ് കെട്ടിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നീരൊഴുക്ക് കുറയും. അപ്പൊ ഈ മണ്ണും നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ നെയ്ത്ത് തൊഴിലാളികളുള്ള സ്ഥലമാണ് പുന്നക്കാട്. അപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അപ്പൊ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. അതുപോലെ ടീം തന്നെ ഉണ്ട്. ഏതായാലും വിജയാശംസ നേരുന്നു. വിഷ്ണു വിജയിച്ചു വരൂ. ഓക്കെ. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ 7ാം വാർഡിൽ മത്സരിക്കുന്ന ശിവകുമാർ അണ്ണാ, ഞാൻ ചെയ്യുന്ന പറ്റി കൊച്ചു ക്വസ്റ്റ്യൻ കൊടുത്തോളൂ. ജയിച്ചു വന്നാൽ നമ്മുടെ നാട്ടിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലേക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ, എനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയവും ഇല്ലാതെ ഞാൻ ജയിച്ചു വന്നാൽ ഇവിടത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാവും. അവിടെ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ എനിക്ക് വോട്ടിട്ടവരോ വോട്ടിടാത്തവരോ അവർക്ക് എല്ലാവരും തുല്യരായി കണ്ടുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കും. ഒരു വാഗ്ദാനം കൊടുക്കാൻ തയ്യാറില്ല. എന്തായാലും ഇല്ല, വാഗ്ദാനം ചെയ്ത് കാണിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഏതായാലും സന്തോഷം. ജയിച്ച ഒരു കൂടെ എല്ലാം നിൽക്കുന്ന ടീമാണല്ലോ. അപ്പൊ ഏതായാലും സന്തോഷം കേട്ടോ. ആരോഗ്യം. ഓക്കെ, ആശംസകൾ. ഓക്കെ.